ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന എവിടേക്കാണ് ജോലിക്ക് പോയതെന്നറിയാതെ വൈജയന്തിയും കമലയും ആകെപ്പാട് പെടാപ്പെട് പെടുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ബബിതയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവൾ ആ എറണാകുളത്ത് വീട്ടിലേക്കാണോ പോകുന്നത്? എവിടേക്ക് പോയാൽ അമ്മയ്ക്കെന്താ? അവൾ ഇവിടുന്ന് പോയാൽ പോരെ, അത്രയല്ലേ അമ്മക്ക് വേണ്ടതോ? ഓ, അതുകൊണ്ട് ചോദിച്ചതല്ല, ഇനി ഏത് കുടുംബം കലക്കാനാണ് അവൾ പോകുന്നത് എന്നറിയാനാണ്. അമ്മയ്ക്ക് എപ്പോഴും അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയും കുറ്റം പറയാനേ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ബബിത അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അലീന പിറ്റേ ദിവസം സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതറിഞ്ഞ് വൈജ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് തന്നെ തിരികെ വരികയാണ്. എന്നാൽ അവിടുത്തെ അന്തരീക്ഷം വൈജയ്ക്കൊട്ടും ചേരുന്നതായിരുന്നില്ല. തൻ്റെ മക്കളും ഭർത്താവും തന്നെ ഒരുപാട് അകറ്റുന്നുണ്ടെന്നും തൻ്റെ കൂടെ എപ്പോഴും നിന്നിരുന്ന ബബിതയുടെ മനസ്സ് പോലും മാറ്റിയിട്ടാണ് അലീന പോയതെന്നും അവൾക്കറിയാം. എല്ലാവരോടും ഇപ്പോൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം, അലീന ഉണ്ടാക്കി വെച്ച ചിട്ടകളൊക്കെ മാറ്റണം വൈജ തീരുമാനിക്കുന്നുണ്ട്. ഇതിനിടയിൽ 2 പ്രാവശ്യം അലീന പോയെങ്കിലും അവൾ പോയി ഒരു 15 ദിവസമെല്ലാം കഴിയുമ്പോൾ ബാലചന്ദ്രമേനൻ അവളെ കാണാനായിട്ട് അവിടെ കുളത്തുപുഴയിലേക്ക് പോകുന്നുണ്ട്. ആ വിവരം അറിഞ്ഞ വൈജിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ചെവി കൊടുക്കുന്നില്ല ബാലചന്ദ്രൻ. അങ്ങനെ രോഹിത്തും സത്യങ്ങൾ അറിഞ്ഞ് രോഹിത്തിനെയും കൂട്ടി ബാലചന്ദ്രൻ ഒരിക്കൽ പോകുന്നുണ്ട് കേട്ടോ. അച്ഛനും മകനും കൂടെ 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 അവളെ കാണാൻ എവിടേക്ക് പോകുന്നത്? ഈ ഒരു ചോദ്യം വൈജയ്ക്കുണ്ട്. അവൾ എവിടെയാണ്? ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വല്ല വീടും എടുത്ത് അവൾ താമസിപ്പിച്ചതാണോ എന്നൊരു ഡൗട്ടും വൈജയ്ക്കുണ്ട്. ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇതറിയണം അവൾ എവിടെയാണെന്ന്. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലും ഇവരുടെ ആരുടെ മനസ്സിൽ നിന്ന് അവൾ പോയിട്ടില്ല. അവൾ ഇവരുടെ മനസ്സിലുള്ളിടത്തോളം കാലം തനിക്കൊരു സ്വസ്ഥയും സമാധാനവും ഇല്ല. എന്തായാലും അവൾ വീട്ടുജോലിക്കല്ല പോയത്. ഒരുപക്ഷെ ബാലചന്ദ്രൻ പുതിയ വീടെടുത്ത് കാണും. കമലയുമായിട്ട് ഫോണിലൂടെ സംസാരിക്കാണ് വൈജ. തൻ്റെ മനസ്സിലെ ആശങ്ക കമലയെടുത്തിയോട് പറയുന്നുണ്ട്. കമലയെടുത്തി, എനിക്കൊരു സംശയം, അലീന ജോലിക്കല്ല പോയതെന്ന്. കുളത്തുപോയുള്ള മറ്റെവിടെയെങ്കിലും ഒരു വീടെടുത്ത് അതിൽ താമസിപ്പിച്ചാൽ പോരെ? മാസാമാസം ചിലവിന് കൊടുക്കാം. ആ വീടും അവൾ നന്നായി നോക്കിക്കോളും. ഇത് തന്നെയായിരിക്കും വൈജ് സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ അവിടേക്ക് പോകാൻ വേണ്ടി പറ്റുമോ ബാലചന്ദ്രന്? ഇപ്പോൾ രോഹിത്തും അയാളുടെ ഭക്ഷണം ചേർന്ന് അവളെ കാണാൻ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാ ആദ്യം വീട്ടിലെ ജോലിക്കാരുടെ വീട്ടിലേക്ക് എങ്ങനെ ഈ വീട്ടിലുള്ളവരൊക്കെ പോയി താമസിക്കുന്നത്? അത് തന്നെ ബാലചന്ദ്രൻ എവിടെയോ അവളെ വീടെടുത്ത് താമസിച്ചതാ. ഇടയ്ക്കൊക്കെ അവളെ കാണാൻ അവിടേക്ക് പോകുന്നുണ്ട്. വൈജെ, നീ ഒരു മണ്ടിയാണ്, നീ ഒരു സന്യാസിനി പോലല്ലേ ഇപ്പം ആ വീട്ടിൽ കഴിയുന്നത്. എന്നാലോ അലീനയെ പോയി കാണുന്നുണ്ട്. നീ അറിയാതെ എത്ര ദിവസങ്ങൾ അവിടെ പോയിട്ടുണ്ടാവും. ബാലചന്ദ്രൻ രാവിലെ ഷോപ്പിലേക്കൊന്ന് ഇറങ്ങിപ്പോകുന്നത് അവളെ കാണാനാ, അത് ഉറപ്പാണ്. എനിക്കും സംശയമില്ലാതില്ല കമലെടുത്തി. ഈ വീട്ടിൽ എനിക്ക് യാതൊരു വിലയില്ല. എൻ്റെ മക്കളെയും ഭർത്താവിനെയും അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. എൻ്റെ മക്കൾക്ക് പോലും അവൾ പറയുന്നതാ വേദവാക്യം. അമ്മയെ അവർക്കൊരു പുല്ല് വിലയില്ല. അങ്ങനെ വിട്ടുകൊടുക്കരുത് വൈജേ. നീ എപ്പോഴും അയാളുടെ മേലെ ഒരു കണ്ണുണ്ടാവണം. അവൾ ഇവിടുന്ന് പോയാലും നമ്മളുടെ മനസ്സിലെ ഒരു സമാധാനം തരത്തില്ല. അങ്ങനെ കമലും പിരിക്കേറ്റുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ബാലചന്ദ്രൻ പതിവിലും നേരത്തെ ഇറങ്ങുന്ന കാണുമ്പോൾ വൈജ സംശയത്തോടെ അയാളെ നോക്കുക. എന്താ ഇന്ന് നേരത്തെ കട തുറക്കണോ? എൻ്റെ കട എപ്പോൾ തുറക്കണമെന്ന് തീരുമാനിക്ക് ഞാനല്ലേ, അത് നിന്നെ ബോധ്യപ്പെടുത്തണോ? അല്ല, സാധാരണ ഇത്ര നേരത്തെ പോവാറില്ലല്ലോ. നിനക്ക് എന്തിൻ്റെ കേടാ വൈജ? നിൻ്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ പോവാം, തിരിച്ചു വരാം. നിന്നെ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നുണ്ടോ? നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. അതെന്താ അങ്ങനെ? എനിക്കെന്താ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ആ സമയം ബാലചന്ദ്രൻ പുച്ഛത്തോടെ അവളെ നോക്കുന്നുണ്ട്. ഭാര്യ? അതിൻ്റെ അർത്ഥം അറിയോ നിനക്ക്? നീ ഒരു ഭാര്യയായിരുന്നെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എല്ലാം ഞാൻ എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ വാശിക്ക് വേണ്ടി നിൻ്റെ കാര്യത്തിൽ താലി കെട്ടിയതല്ലേ. അപ്പം ഞാൻ അനുഭവിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നീ ഈ നിലത്ത് നിൽക്കില്ല വൈജെ. അതുകൊണ്ട് എന്നോട് തർക്കുത്തരം പറയാതെ കടന്നു പോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ വൈജിയും വാതിലെല്ലാം പൂട്ടി പുറത്തിറങ്ങുക. അങ്ങനെ ഇപ്പോൾ വിട്ടാൽ പറ്റില്ല, ഷോപ്പിലെത്തിക്കണോ എന്നറിയണമല്ലോ. വൈജ തന്നെ പെട്ടെന്ന് തന്നെ ആ ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. കുറച്ച് ദൂരം വണ്ടി മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ മാറി പാർക്ക് ചെയ്യാണ്. ബാലചന്ദ്രൻ്റെ കാറ് അവിടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്.
കുറച്ച് കഴിയുമ്പോൾ ഗോവർദ്ധനെയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. ഗോവർദ്ധനോട് എന്തൊക്കെയോ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാറിൽ കയറി ഡോറടിച്ച് മുന്നോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വൈജയും കുറഞ്ഞ് പതിഞ്ഞ് നിൽക്കായിരിക്കും. അങ്ങനെ ബാലചന്ദ്രൻ്റെ കാറ് മുന്നിലേക്ക് നീങ്ങി എന്നറിയുമ്പോഴും ഇവൾ പുറകിലോട്ട് ബാലചന്ദ്രൻ്റെ കാർ എവിടേക്കാണോ പോകുന്നത് അതിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. വീട്ടിലേക്കല്ല, പിന്നെ എവിടേക്കായിരിക്കും? അവളെ കാണാനായിരിക്കും ഇയാൾ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്. ഏത് പാതാളത്തിലാണാവോ അവളെ കൊണ്ട് ഒളിപ്പിച്ചത്? അങ്ങനെ ഫോണെടുത്ത് ബാങ്കിലേക്ക് വിളിച്ച് തനിക്കിന്ന് ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. എന്താ വൈജയന്തി മാഡം ഇത്ര പെട്ടെന്ന്? ഇപ്പോഴല്ലേ ലീവെല്ലാം തീർന്ന് ഈയിടെ ബാങ്കിൽ വരാൻ തുടങ്ങിയത്? പക്ഷേ എനിക്കിന്നൊരു അത്യാവശ്യ ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ലീവ് എടുത്തതെന്ന് പറഞ്ഞ് വൈജയന്തി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ഈ സമയമാണെങ്കിലോ അലീനെ നമ്പർ ഡയൽ ചെയ്യുന്നുണ്ട്. മോളെ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾ അവിടെ തന്നെ കാണില്ലേ? ആ ഇല്ല അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി. ആ അച്ഛൻ വന്നോ? ഞാനിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു അച്ഛനൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. ദേ അപ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അതാടി മോളെ നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം. ആ ആയിക്കോട്ടെ. അല്ല, നിന്റെ സ്റ്റാലിൻ ജോസഫ് ഉണ്ടോ അവിടെ? ആ ഉണ്ടച്ചാ, എവിടേക്കോ പോകാനുള്ള പുറപ്പാടിലാണ്. ആ ശരി, എന്തായാലും ഞാൻ വരുന്നത് അയാൾക്ക് അനിഷ്ടമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഉണ്ടായാലും അച്ഛനത് നോക്കേണ്ട. എൻ്റെ ആദ്യത്തെ അച്ഛൻ ഈ അച്ഛനല്ലേ. ഈ അച്ഛനെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റാരുള്ളൂ എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രന് തന്നെ ഒരു സുഖം തോന്നാണ് കേട്ടോ. അങ്ങനെ ഫോണെല്ലാം കട്ട് ചെയ്ത് കുറച്ച് ദൂരം ഇങ്ങനെ വൈജയന്തി തന്നെ പുറകെ തന്നെ ഉണ്ട്. ഇയാൾ ഇത് എവിടേക്കായിരിക്കും പോകുന്നത്? അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് ബാലചന്ദ്രൻ തന്നെ ഫോളോ ചെയ്ത് വരുന്ന ആ കാറിനെ പോലും കണ്ടില്ല. വൈജ കുറച്ച് അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ്റെ കാറിന് പുറകെ വിടുന്നത്. അങ്ങനെ കുറേ ദൂരം കഴിയുമ്പോൾ ഒരു ബേക്കറി ഷോപ്പിൽ കയറി കുറച്ച് ബേക്കറിയും പലഹാരമെല്ലാം വാങ്ങിക്കൊണ്ടുവരുമ്പോഴൊക്കെ വൈജയ്ക്ക് മനസ്സിലാവാണ് ഇത് അവളെ കാണാൻ തന്നെ. അത് ഉറപ്പാണ്, അവളൊരു വേലക്കാരിയായിട്ടല്ല, ഏതോ എവിടെയോ അയാൾ അവളെ ഒളിപ്പിച്ച് താമസിച്ചതാണ്. എന്തായാലും ഇന്ന് തന്നെ കയ്യോടെ പിടികൂടണം രണ്ടെണ്ണത്തിനെയും. പറ്റുമെങ്കിലും പോലീസിനെ വിളിച്ച് രണ്ടുപേരെ നാണം കെടുത്തണം. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വൈജ പുറകെ പോകുന്നത്. അങ്ങനെ കുളത്തുപുഴയിലെത്തി സ്റ്റാലിൻ ജോസഫിൻ്റെ ആ ഒരു റബ്ബർ തോട്ടത്തിലേക്കുള്ള വഴിയിലൂടെ ആ കാറ് പോകുമ്പോൾ അവളെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തന്നെ, ആരും സംശയിക്കില്ല. ഈ കാട്ടിലാണ് അവൾക്ക് ബംഗ്ലാവ് എടുത്തൊടുത്ത് അയാൾ അവളെ ഇവിടെ താമസിപ്പിച്ചത്. അങ്ങനെ കാറാണെങ്കിൽ ഒരു ഗേറ്റ് കടന്ന് പോവാണ്. വൈജയ്ക്ക് തോന്നാണ് ഇനി ഒരിക്കലും തനിക്ക് കാറ് മുന്നോട്ടെടുക്കാൻ കഴിയില്ല. താൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാൾ എന്നെ കാണും. അതുകൊണ്ട് ഇവിടെ നിൽക്കാം. കാറൊരു ഭാഗത്തേക്ക് ഒതുക്കി വൈജ നോക്കി നിൽക്കാട്ടോ. ആ സമയത്ത് സ്റ്റാലിൻ പുറത്തേക്ക് പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റാലിനെ പെട്ടെന്നും വൈജയ്ക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. സ്റ്റാലിൻ പുറംതിരിഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ അടുത്ത് നിന്നിങ്ങനെ കൈ കൊടുക്കുന്നുണ്ട്. ആ മിസ്റ്റർ ബാലചന്ദ്രൻ വരുമെന്ന് എന്നോട് പറഞ്ഞു അലീന. അവൾ അച്ഛനെ കാണാനായിട്ട് കാത്തിരിക്കാണ്. ആ സ്റ്റാലിൻ ജോസഫ് എവിടേക്കെങ്കിലും പോവുകയാണോ? അതെ, എനിക്കൊരു അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമായിരുന്നു. ബാലചന്ദ്രമേനോൻ ഇപ്പോൾ തന്നെ ഒന്നും പുറത്ത് പോവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ കാറിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ വൈജയന്തി ആ കാഴ്ച കാണുന്നുണ്ട്. ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരികയും അയാൾ ബാലചന്ദ്രനോട് സംസാരിക്കുകയും ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വീട്ടിലായിരിക്കും അലീന താമസിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാളൊരു സെക്യൂരിറ്റിക്കാരനായിട്ട് ഇവിടെ നിർത്തിയാൽ മതിയല്ലോ. അങ്ങനെയാണോ സംഭവിച്ചത്? അങ്ങനെ സ്റ്റാലിൻ കാറിൽ കയറിക്കൊണ്ട് ഓടിച്ചു പോവാണ് കേട്ടോ. ആ സമയം സ്റ്റാലിൻ്റെ മുഖം വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല അത് സ്റ്റാലിനാണെന്ന്. കാറിൻ്റെ ഗ്ലാസ്സെല്ലാം കയറ്റിക്കൊണ്ട് പോകുമ്പോൾ വൈജയുടെ കാറ് പുറത്ത് കിടക്കുന്നത് സ്റ്റാലിൻ ശ്രദ്ധിക്കുന്നുണ്ട്. മേനൻ ഒരു കാറിലാണല്ലോ വന്നത്, ഈ കാറിൽ ഇനിയിപ്പോൾ ആരാ? വല്ല യാത്രക്കാരായിരിക്കും, വഴി തെറ്റി വന്നതായിരിക്കും എന്നും ചിന്തിച്ച് വൈജയുടെ കാറ് മൈൻഡ് ചെയ്യാതെ അയാൾ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രമേനോനും അലീന വന്നിട്ട് ബാലചന്ദ്രമേനോനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവൾ വന്നു. കയ്യിലെ പൊതിയെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതെല്ലാം വലിച്ചു കൊണ്ടുവരുന്നേ? എനിക്കിതൊന്നും കഴിക്കാൻ ആഗ്രഹമൊന്നുമില്ല. എന്നാലും എൻ്റെ മോളെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരേണ്ടേ? അതുകൊണ്ടാണ് അച്ഛനും മകളും ഇങ്ങനെ പുന്നാരം പറയാണ്. അസൂയോടെ വൈജയൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വൈജയുടെ മനസ്സിൽ ഇപ്പോഴും അലീനെ അച്ഛനും മകളുമായിട്ട് തോന്നുന്നില്ല. അവൾ വേലക്കാരി, തൻ്റെ ഭർത്താവിനെ വശീകരിക്കാൻ വന്ന ഒരു പെണ്ണ്, അങ്ങനെ തന്നെയാട്ടോ കരുതുന്നത്. അതിന് ബാലചന്ദ്രനും കുട്ടി അവൾ അകത്തേക്ക് പോവാണ്. ആ സമയം തന്നെ വൈജ കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങുക. അവിടേക്ക് കാർ ഓടിച്ചാൽ പോകാൻ പറ്റില്ല. എന്തായാലും ഗേറ്റ് കടന്ന് അയാൾ രണ്ടുപേരും അകത്ത് കയറിയെന്ന് മനസ്സിലാക്കിയ വൈജ ഇങ്ങനെ പുറത്തേക്ക് ആ ഒരു ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൾ കുറച്ച് ദൂരം ആ ഒരു വഴിയിലൂടെ നടന്നപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ നായ്ക്കൾ ചീറി പാഞ്ഞു വരുന്ന വൈജ കാണാം. വൈജ ആകെ
നെട്ടിത്തരിച്ച് നിൽക്കാട്ടോ നായ്ക്കളുടെ മുമ്പിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ അവളാകെ പതറി നിൽക്കാണ്. എന്നാൽ അവൾ വിസ്മയിച്ചുകൊണ്ട് തന്നെ നായ്ക്കൾ എന്തോ മണം പിടിച്ച് അവളുടെ കാൽച്ചുവട്ടിൽ ചുരുണ്ട് കിടക്കാട്ടോ. ഇതെന്ത് അത്ഭുതം, തന്നെ കടിച്ചു കീറാൻ വന്നവരാണല്ലോ, എന്നിട്ട് ഇവരെന്താ ഈ കാണിക്കുന്നത്? അങ്ങനെ നായ്ക്കൾ ചുറ്റും വൈജയുടെ പുറകിലൊക്കെ ആയിട്ടുണ്ടാവും. വൈജാകെ ഭയന്ന് വരച്ച് നിൽക്കുക. അപ്പോഴാണ് ആൻ്റപ്പൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ആരവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങളാരാ? ഇവിടുത്തെ മേനോൻ സാറിൻ്റെ കൂടെ വന്നതാണോ? സാറ് ഇവിടുത്തെ സാബ് സാറിന് ഒരു പ്രശ്നം കൊണ്ട് വന്നതാ. അതിനുശേഷം ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ആക്കിയിട്ടുണ്ട്. അയാളുടെ മകളാണോ? അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നതല്ല. നിങ്ങളെന്താ അകത്തേക്ക് കയറാത്തത്? മേനോൻ്റെ കൂടെ. ഞാൻ മേനോൻ്റെ കൂടെ വന്നതല്ല എന്ന് വൈജ പറയാ. പിന്നെ ആരാ? പിന്നെ എങ്ങനെ ഇവിടെ എത്തി? അത് പിന്നെ ഞാൻ വഴി ചോദിക്കാൻ വന്നതാ. വഴിയോ? ഇവിടെ ഈ തോട്ടത്തിലേക്കുള്ള വഴി മാത്രമാണോ? ഇത് പ്രൈവറ്റ് വഴിയാണ്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ വൈജ പറയും, അതെ, ഞാൻ ഒരു വീട് അന്വേഷിച്ച് വന്നതാ. എന്നെ ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നായ്ക്കളങ്ങ് എണീറ്റ് പോകുമ്പോഴേക്കും വൈജ ഓടി തൻ്റെ കാറിൽ കയറാട്ടോ, ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. ഷേടാ, ഇവരെന്ത് സ്ത്രീയാ? ഇവരെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ വൈജയെ സംശയത്തോടെ ആൻ്റപ്പം നോക്കുമ്പോഴേക്കും അവൾ കാറെടുത്ത് തിരികെ പോവാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെയറിങ്ങിൽ അടിക്കുന്നുണ്ട്. അവളെയും അവനെയും കൈയോട് പിടികൂടാൻ വയ്യ. എന്തായാലും അയാൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവൾക്കരികിൽ നിന്ന് വരുമല്ലോ. ഇവിടെ അവളുടെ ജോലിക്കാരായിരിക്കും ഇതൊക്കെ. എന്തായാലും അയാളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വൈജ നേരെ വീട്ടിലേക്ക് പോകട്ടെ. കുറേ വൈകി, ബാങ്കിൽ നിന്ന് വരുന്ന സമയമൊക്കെ വൈകിട്ടാണ് വൈജ വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ വൈജയെ കണ്ടതും ബബിത ചോദിക്കും, അമ്മ എവിടെ പോയിരുന്നു? ഇന്ന് ബാങ്കിലോട്ടല്ലേ പോയത്? എന്താ, ഞാൻ ബാങ്കിലല്ല പോയതെന്ന് നിനക്ക് വല്ല സംശയമുണ്ടോ? അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ എന്ന് വൈജ പറയുന്നുണ്ട്. അമ്മ എന്താ ഇത്രയും നേരം വൈകി? നിന്റെ അച്ഛനോട് പോയി ചോദിക്കടി. നിന്റെ അച്ഛൻ എവിടെ? കടലിൽ നിന്ന് വരാനുള്ള സമയമൊക്കെ ആയല്ലോ, എന്നിട്ട് നിന്റെ അച്ഛൻ എന്താ വരാത്തത്? ഇത് കേട്ട ബബിത പറയും, ഇതിപ്പോ നല്ല കൂത്തായി. എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ അമ്മയോട് എന്താ ചോദിച്ചത്? എന്ത് പറഞ്ഞാലും നിനക്ക് ഒരു ന്യായങ്ങളുണ്ടല്ലോ. വൈജയുടെ അവസ്ഥ ആരും മനസ്സിലാക്കാനില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാട്ടോ. എന്നിട്ട് റൂമിലെ കഥകടച്ച് ബെഡിലിരിക്കാണ്. അവൾ മനസ്സങ്ങ് ദേഷ്യം വരാട്ടോ. അവനും തൻ്റെ ഭർത്താവ് വേലക്കാരുടെ കൂടെ ആ വീട്ടിൽ അവൾക്ക് ഒരുമിച്ച് ഒരു ബംഗ്ലാവ് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അയാളുടേതാണ്, 100% ഉറപ്പാ. ഇതെങ്ങനെ ഉറപ്പിക്കുക? അങ്ങനെ കരുതി വൈജ ബാലചന്ദ്രൻ വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരു 8-9 മണിയാവുമ്പോൾ ബാലചന്ദ്രൻ തിരികെ വരുന്നുണ്ട്. വന്ന പാടെ വൈജയുടെ ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കേണ്ടി വരികയാണ്. എവിടെ പോയിരുന്നു? ആ രഹസ്യക്കാരിയെ കാണാനല്ലേ നിങ്ങൾ പോയത്? നാണമുണ്ട മനുഷ്യ. നിങ്ങൾ അവൾക്കൊരു കൊട്ടാരം പോലെയുള്ള ബംഗ്ലാവ് വാങ്ങിക്കൊടുത്ത് അവളവിടെ താമസമാക്കിയല്ലേ? ജോലിക്കാരും വെച്ചു. എന്തായാലും ബെസ്റ്റ്. ഇത് തന്നെ. നിങ്ങളുടെ പണം ഏത് വഴിക്കാ പോകുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അവളെ നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഒരു കൊട്ടാരം തന്നെ നിങ്ങൾ വാങ്ങി നൽകിയല്ലേ? നിർത്തടി. നിനക്ക് നാവുണ്ടെന്ന് കരുതിയിട്ട് അതുകൊണ്ട് എന്തും പറയാമെന്ന് നീ കരുതേണ്ട. പിന്നെ നിങ്ങൾ ഇന്ന് കടയിലുണ്ടായിരുന്നില്ല. നിങ്ങൾ എവിടെയാ പോയത്? എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകും. അതെനിക്ക് മനസ്സിലായി. കുളത്തുപുയിലെ ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് നിങ്ങൾ പോയത്. അവിടെ നിങ്ങൾ അവൾക്കായിട്ട് ഒരു ബംഗ്ലാവ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയണം. അതെടി, ഞാൻ അവൾക്ക് വേണമെങ്കിൽ ബംഗ്ലാവും വല്ലതും വാങ്ങിച്ചു കൊടുക്കും. അത് ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ നിയമപരമായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഈ വീട്ടിൽ നിന്ന് പോവാണ്. നിങ്ങൾ എന്നെ എന്നേക്കുമായിട്ട് ഡിവോഴ്സ് ചെയ്യണം. ഇത് കേട്ട ബാലചന്ദ്രൻ പൊട്ടിച്ചിരിക്കാണ്. എനിക്കും അത് തന്നെയാണ് ആവശ്യം. നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല. എന്നാൽ മറ്റവളിപ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തുകൊണ്ട് ഒരു താമസിപ്പിച്ചതാണല്ലോ, അവിടെ പോയി താമസിക്കാമല്ലോ. ഇത് കേട്ട ബാലചന്ദ്രനെ അടിമുടി വറക്കാട്ടോ. ഇനി ഒരക്ഷരം അലീനെ കുറിച്ച് നീ പറഞ്ഞാൽ വൈജയ് എൻ്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിക്കും. വീണ്ടും വൈജയ്ക്ക് പിന്നെ സംസാരിക്കാൻ ധൈര്യമില്ല കേട്ടോ. ബാലചന്ദ്രൻ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. അത് ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണമോളുടെയൊക്കെ മുമ്പിൽ വെച്ചാകുമ്പോൾ അത് തനിക്ക് നാണക്കേടാണെന്ന് മനസ്സിലാക്കിയ വൈജ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാട്ടോ. ബാലചന്ദ്രൻ ഞങ്ങൾ ദേഷ്യം വരുന്നുണ്ട് വൈജയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ. വൈജയിൽ നിന്ന് അയാൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അലീനെ കാണാൻ പോയത് അവൾ എങ്ങനെയാ അറിഞ്ഞു? കുളത്തുപുയിലെ ബംഗ്ലാവൊക്കെ അറിയുമ്പോൾ വൈജയന്തി അധികം താമസിയാതെ സത്യങ്ങളൊക്കെ അറിയുമെന്ന് ബാലചന്ദ്രന് മനസ്സിലാവണേ. സത്യങ്ങൾ അറിഞ്ഞാലും എൻ്റെ വായിൽ തന്നെ അവൾക്ക് അറിയണം എല്ലാ സത്യങ്ങളും. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കേട്ടോ ബാലചന്ദ്രൻ. എത്രയും പെട്ടെന്ന് വൈജയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണം. എൻ്റെ വാക്കിന് മുമ്പിൽ അവൾ ചുയഞ്ഞു നിൽക്കണം. അവളെ നാണം കെടുത്തണം എന്നൊരു ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്. അതിനിടയിൽ ബാലചന്ദ്രൻ അറ്റാക്ക് വരുന്നത്. അതോടുകൂടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലാവാണ്. പിന്നെ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചാണ് ബാലചന്ദ്രൻ വൈജയോട് സത്യങ്ങളൊക്കെ പറയുന്നത്.